ക്ലാസ്സിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ എന്നും കാണുന്ന മ്യൂസിയമാണിത്. എൻ്റെ വീടിനടുത്തായി കൂടിയും ഇന്നേ വരെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ കണ്ടു. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. എൻ്റെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് കാണാനും പറ്റി. വയനാട് ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നായി ശേഖരിച്ച വസ്തുക്കളാണ് വയനാട് പൈതൃക മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൊല്ലങ്ങളോളം നടന്ന പരിശ്രമത്തിന്റെ ഫലമാണ് ഈ മ്യൂസിയം. ഈ മ്യൂസിയത്തിന്റെ വാതിലുകളായാലും പടികളായാലും വളരെ ആകർഷണീയമായി എനിക്ക് തോന്നി. വരുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ഇവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മ്യൂസിയം സന്ദർശനം ആരംഭിച്ചു. ഈ മ്യൂസിയത്തിനെ കുറിച്ചുള്ള അറിവുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച 15 തരം മണ്ണിനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എതിരാളികളോട് ഏറ്റുമുട്ടി മരിച്ച വീരന്മാരുടെ സ്മരണയ്ക്കായി കൊത്തിയെടുത്ത സ്മരണക്കല്ലുകളാണ് ഇത്. ഈ ശിലകളെ വീരക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു. ആരാധനാർത്ഥം ക്ഷേത്രങ്ങളിലോ കാവുകളിലോ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവതകളുടെ വിഗ്രഹങ്ങളാണ് ഇവ. രണ്ടാം നൂറ്റാണ്ടിലേതു മുതലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ അവശിഷ്ട ശേഖരങ്ങളിൽ ഒന്നാണ് ഇവിടെയുള്ളത്. ഗോത്ര അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ചതുർബാഹു എന്നാണ് ഈ ശിലയുടെ പേര്. മഹാശിലായുഗത്തിലെ മൺപാത്രങ്ങളും കാൽരൂപങ്ങളും കൈരൂപങ്ങളും ഒക്കെയാണിവ. പഴയകാലത്തെ സമൂഹങ്ങളുടെ വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും വെളിച്ചം വീശുന്നവയെന്ന നിലയിൽ വലുതും ചെറുതുമായ ഈ പ്രതിമകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വയനാട് ഗ്രാമീണതയുടെ കാർഷിക വൃത്തിയുടെയും അടയാളങ്ങളായ വസ്തുക്കളാണ് ഈ ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വയനാട് മേഖലയുടെ ചരിത്രം, സംസ്കാരം, പൈതൃകം എന്നിവ വെളിപ്പെടുത്തുന്ന വിവിധ രസകരമായ പുരാവസ്തുക്കൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വരുന്നു. പഴയകാല മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങളാണ് ഇവ. പഴയകാല തൂക്കുകട്ടികളാണിവ. കുതിരപ്പുറത്തെ യോദ്ധാവിന്റെ ശിലയാണിവിടെ കാണിച്ചിരിക്കുന്നത്. പാഠപുസ്തകത്തിൽ കേട്ട് പരിചയമുള്ള ഉറി, നാഴി തുടങ്ങിയ വസ്തുക്കൾ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. പഴയ മനുഷ്യർ കൊത്തിയെടുത്ത ചിത്രലിപികളാണിവ. അവരുടെ മീൻ കൂടകളാണിവ. ഗോത്ര ജീവിതത്തിൽ ഉപജീവന വൃത്തികളുമായി ബന്ധപ്പെട്ട വസ്തുക്കളും വീട്ടു ഉപകരണങ്ങളുമാണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. പണിയർ, ഊരാളിക്കുറുമർ, വയനാട് ചെട്ടിമാർ എന്നിവരുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യാത്രാനുഭവം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒത്തിരി സന്തോഷവും അതോടൊപ്പം ഒരുപാട് അറിവുകളും പകർന്നു തന്നു.